ചേച്ചി മണി ദ മാസ് ഫോളോയിങ് യു. മണി ദ മാസ് ഫോളോയിങ് യു അതാര്? ആ എനിക്കും വന്നല്ലോ. എന്നാ പ്രൊഫൈൽ എടുത്ത് നോക്കട്ടെ. അമ്മേ അമ്മേ ഇത് അമ്മ. അമ്മ എനിക്ക് വന്നാ എന്തോന്ന് പ്രൊഫൈൽ പിക്കട് ചെയ്ത് എന്തുവാടിയത്? അമ്മ പേജൊക്കെ തുടങ്ങിയ കൂടിപ്പോയ 3 ദിവസേ കാണുള്ളൂ ഈ ചാട്ടമൊക്കെ. നേരത്തെ റീൽസ് ചെയ്തിട്ട് നമ്മൾ കളിയാക്കി വിട്ടില്ലേ, അതിന്റെ തീർക്കുന്നതാണ്. പക്ഷെ എന്നാലും നാണക്കേട് എന്ന്. ഞാൻ മിമിക്രി ചെയ്യാനാണോ പറഞ്ഞത്? നീ ആദ്യം ഫോൺ ഇങ്ങനെ വെച്ച് ചരിച്ചു പിടിച്ച്. ഇങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ പിടിച്ച് വേണം എടുക്കാൻ. അതൊന്നും അറിഞ്ഞുവിടില്ലേ? ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഇപ്പൊ പഠിച്ചു വെച്ചതാണ്. ഞാനിപ്പോ പതുക്കെ ഇങ്ങനെ കറങ്ങും കേട്ടോ. അപ്പൊ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കിയാ മതി, സ്നേഹത്തോടെ നോക്കും പോലെ. ഓക്കെ ഏറ്റുമണി ഇന്ന് അവളുമാര് കാണണം. റെഡി? എന്തോന്ന് ഇവിടെ എന്തോ എന്തോന്ന് കാണിക്കണേ? ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടി അമ്മ പുതിയ റീൽസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ മിസ്സിസ് മണിക്കുട്ടി? നിങ്ങളെ തോപ്പിക്കാൻ ഞാൻ നിങ്ങളുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ലീഗിൽ നിങ്ങളൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിന്നൊരു കോമ്പറ്റീഷൻ വേണം നിങ്ങളുമായിട്ട്. പിള്ളേര് എന്തോന്ന് അച്ഛൻ ഇതിന് കൂട്ടി വെക്കുകയാണ്? നാണക്കേട്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വേണ്ട എന്ത് വിചാരിക്കും? എന്തോന്ന് വിചാരിക്കേ? എടി നീ ഒന്നും മിണ്ടാതിരി. കൂടിപ്പോയ ഒരു 25-30 ഫോളോവേഴ്സേ എന്റെ അമ്മയ്ക്ക് ഉള്ളൂ. ആര് കാണാൻ? ആ ശരിയാണ്. ഇതിന്റെ പേരെന്താന്നറിയോ? അസൂയ. പ്യുവർ അസൂയ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസൂയ. അതന്നെ. നിങ്ങൾക്ക് എന്തിനാ അസൂയ? അതെ, നിന്റെ സൗന്ദര്യം കിട്ടിയിട്ടില്ല, അതാണ്. എടീ, നിനക്കൊന്നും ഈ മണിയെ പറ്റി അറിഞ്ഞൂടാ. അറിയാമോ, പഴയ കലാതിലകമാണ് ഈ നിക്കണേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും. അച്ഛാ, പണ്ട് തറവാട്ടിൽ ആന ഉണ്ടെന്നും കരുതി ഇപ്പൊ തോട്ടിയുമായി നടക്കുന്ന വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ഞാൻ ആനയാണെന്ന്. ബോഡി ഷേമിങ് ഇതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട മണി. ഇവളുമാരെന്തെങ്കിലും പറയട്ടെ, നമ്മളതൊന്നും കരുതണ്ട. നിന്റെ കൂടെ ഞാൻ ഉണ്ട്, ഈ രവിയേട്ടുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കണം, പൊളിച്ചു കൊടുക്കാം. ഇത് മാത്രം കേട്ടാ മതി. ഭർത്താവിന്റെ സപ്പോർട്ടുള്ള ഭാര്യക്ക് ലോകത്തിന് സുനാമി വന്നാലും ഒന്നിനും പേടിക്കില്ല. ശരിയാ, സുനാമി എന്നാ പേടിക്കണ്ട. രണ്ടു കൂടെ ഒലിച്ചു വെക്കോ. അല്ലെങ്കിൽ തന്നെ ഇതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അത് ഞാൻ കാണിച്ചു തരും. എപ്പാ? വെയിറ്റ് ആൻഡ് സീ. വരുന്നുണ്ടോ? ഓ വരുന്നുണ്ട്. അതെ, വെയിറ്റ് ആൻഡ് സീ. കൊള്ളാം. അതെ, ഞാൻ ഇപ്പൊ ഒരു കാര്യം കാണിച്ചുതരാം. മണി ബേബി, എന്റെ ദൈവമേ, പാട്ടാണ്. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചക്കിക്കൊത്തൊരു പിച്ചാത്തി, വാലുമടക്കി കിട്ടിയ പെണ്ണിന് കാല് തിരുമ്പും കിങ്കരൻ. ഇവിടെയൊന്നും ഇല്ല. ഇവിടെ ഒന്നും തിന്നില്ലേ? കാലി വെള്ളം പോലും ഇല്ലേ? ഒന്നുമില്ല ഇവിടെ. ഓക്കെ, 1 2 3 4 1 2 3 4. ഇപ്പൊ എടുക്കണ്ട. ഇത്രയാണ് വരുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം. പ്രാക്ടീസ് ചെയ്ത പോലെ ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ. എന്തോടെ അവര് കാണിക്കുന്നേ? എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. റെഡി? ഓക്കെ ഓക്കെ, കുറച്ച് പാടിക്കട്ടെ. പോട്ട് അച്ഛ ഇതെന്ത് കണ്ടിട്ട്? എനിക്ക് വിശക്കുന്ന ചേച്ചി. ഓ, ഇത് അതിനേക്കാളും കഷ്ടം. ഇത് വിശക്കുന്ന പറഞ്ഞ ഇത്ര തെറ്റാ? ഞാൻ പോയി അമ്മയോട് ചോദിക്കാൻ പോണം. എനിക്ക് വിശക്കും. നല്ല രീതി ചെയ്ത് വന്നതാണ്. അതിനിടയ്ക്ക് കാണിച്ച വേല ഉണ്ടോ? എന്താണ് പിള്ളേരെ ഒരു സെൻസ് ഇല്ലാത്ത പോലെ കാണിക്കുന്നേ? റീൽസ് എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നടക്കാറി വരുന്ന ഫീൽഡ് അല്ലേ? എനിക്ക് വിശക്കുന്നമ്മ. അതിന് ഞാൻ വേണം? എന്തോ അമ്മ പറയണ? അവക്ക് വിശക്കുന്നെന്ന്. കൊച്ചിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. ഉണ്ടാക്കി കൊടുക്കാനാ? ഇത്ര പ്രായമായി ഉണ്ടാക്കി കഴിക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങോട്ട് പോ മണി, നീ കാര്യമായിട്ട് ചെയ്യ്. മാറില്ല. ചലഞ്ച് ചെയ്യല്ലോ. ക്ലിയർ ചെയ്യൂ, ഫീൽഡ് ക്ലിയർ ചെയ്യൂ. ശബ്ദം ഉണ്ടാക്കുക, നോയ്സ് ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. ആക്ഷൻ.
വിശക്കയില്ലേ? ഇത് ഞാൻ നമുക്ക് ഉണ്ടാക്കി edit തരാം. ബാ, ചെയ്തിട്ട് ബ്രെഡ് ടോസ്റ്റ് upload ചെയ്യാം. ബാ. ഇത് ഈ സ്റ്റെപ്പ് കണ്ട പൊളിച്ചു മണി. കൊച്ചും കൂടെ ഒന്നും ഇങ്ങനെ ആവായിരുന്നല്ലേ? അടുത്തടുത്തേലെടുക്കാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം ഉരുളയ്ക്കു പേര്.